ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈംസ്. അങ്ങനെ നമ്മുടെ ഡ്യൂൺ പാർട്ട് 2 മൂവി ഞാൻ ഫൈനലി കണ്ടിരിക്കുകയാണ്. ആക്ച്വലി തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല, എന്നെ അപ്പോൾ OTT വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു, സോ എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലോട്ട് കിടക്കാം. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ പടം വന്ന് വിഷ്വലി വേറെ ലെവലായിട്ടുള്ളൊരു പടമാണ്. തിയേറ്ററിൽ കണ്ടവർക്കൊക്കെ ഒരു ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും മൂവി കൊടുക്കുന്നത്. കാരണം വിഷ്വലി അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു മൂവിയാണിത്. എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും ഈ സെക്കൻഡ് പാർട്ട് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. സോ എനിക്ക് പേഴ്സണലി സെക്കൻഡ് പാർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വേണം ഒരു പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പടത്തിൻ്റെ സ്റ്റോറിയിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ, സോ ഈ ഒരു വെളിനാട്ടിൽ നിന്ന് ഒരാൾ, അതായത് ഒരു മിഷിഹ പോലത്തെ ഒരാൾ വന്ന് ഈ നാട്ടിലുള്ള, അതായത് ആ ജനങ്ങളൊക്കെ ഡെസേർട്ട് താമസിക്കുന്നത്, സോ അവരെയൊക്കെ എന്താ പറയുക, ഈ ഒരു ഡെസേർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് ഈ വെള്ളമൊക്കെ ഉള്ള ഒരു ഗ്രീൻ പാരഡൈസിലോട്ട് കൊണ്ടുപോകുന്നു. അവിടെയാണെങ്കിൽ ഒരു പ്രോഫസി ഉണ്ട്. അപ്പം അതിനെ ഫോക്കസ് ചെയ്താണ് ഇതിൻ്റെ ഒരു സ്റ്റോറി പോലെ. നമ്മുടെ ഹീറോ വന്ന് ആ ഒരു മിശിഹായിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, ചില ആൾക്കാർ ഇവനെ ആ ഒരു മിശിഹായിട്ട് കാണുന്നുണ്ട്, ചില ആൾക്കാർ ഇത് വിശ്വസിക്കുന്നില്ല. ബട്ട് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി. നമ്മുടെ ഹീറോ വന്ന് ഈ ജനങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ആ ഒരു ഗ്രീൻ പാരഡൈസിലോട്ട് കൊണ്ടുപോകുന്നത്, ആൻഡ് അവരെയും കൂട്ടിക്കൊണ്ട് ആ ഒരു വാറും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ സ്റ്റോറി ആയിട്ട് പോകുന്നത്. ആൻഡ് പിന്നെ സൈഡിലായിട്ട് നമ്മുടെ ഹീറോയുടെയും കൂടാതെ നമ്മുടെ ഹീറോ പൗളും പിന്നെ സെൻഡയുടെ ക്യാരക്ടറും തമ്മിലുള്ളൊരു ലവ് സ്റ്റോറി ഇടയ്ക്ക് വരുന്നുണ്ട്. സോ അതും സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഗംഭീരമായിട്ട് തന്നെ അതും ഉണ്ടായിരുന്നു. നമുക്കൊരിക്കലും അതൊരു ഒരുമാതിരി ഫീൽ ആവുമെന്നുമില്ല. സോ ഇത് കൊള്ളാമെന്ന് നമുക്ക് തോന്നും. നല്ലൊരു ലവ് സ്റ്റോറി ആയിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ അവർ ആ ഒരു ആ ഒരു സ്റ്റോറിയും സൂപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കഥ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള സ്റ്റോറിയായിരുന്നു. ജസ്റ്റ് വിഷ്വൽസ് മാത്രം കാണിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു ഗംഭീര സ്റ്റോറി തന്നെ ഉണ്ട്. അത് വേറെ ലെവലായിരുന്നു. സോ പടത്തിൻ്റെ പോസിറ്റീവായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ മൂവിയുടെ സിനിമോട്ടോഗ്രാഫി എടുത്ത് പറയുന്നത് ഗംഭീരമായിട്ടുള്ള സിനിമോട്ടോഗ്രാഫിയുടെ ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. അത് ഓരോരോ സീനൊക്കെ എത്തുമ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. അമ്മാതിരി കിട്ടില്ല സിനിമോട്ടോഗ്രാഫി. സോ നിങ്ങൾ ഈ പടം ഇപ്പോൾ OTT കാണാൻ പോകുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റിയിൽ കാണാൻ നോക്കുക. എങ്കിൽ നിങ്ങൾക്ക് ആ സിനിമോട്ടോഗ്രാഫിക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ആ ഡെസേർട്ട് ഒക്കെ ഉള്ള സീനൊക്കെ ഇല്ലേ, അതൊക്കെ ഒരു രക്ഷയില്ല. ചില ഫ്രെയിംസിലൊക്കെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ചില സീനൊക്കെ എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് വാൾപേപ്പർ ആക്കാൻ തോന്നിപ്പോൾ. അമ്മാതിരി കിട്ടില്ല സിനിമോട്ടോഗ്രാഫി. ആൻഡ് VFX CJ അതൊന്നും ഒരു രക്ഷയില്ല. വിഷ്വൽസൊക്കെ ഗംഭീരം. ഏതാണ് VFX ഏതാണ് റിയൽ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. അമ്മാതിരി കിടിലം വിഷ്വൽസാണ് അവർ കാണിച്ചിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും മറ്റേ ഈ ഡെസേർട്ടിൽ കൂടെ പോകുന്ന ഒരു പുലി പോലത്തെ ജീവി ഉണ്ടല്ലോ, അതിനെയൊക്കെ കാണിക്കുന്ന ഒരു രക്ഷയില്ല. അതൊക്കെ റിയലായിട്ടുണ്ടെന്ന് തോന്നിപ്പോൾ. അമ്മാതിരി കിടിലം വിഷ്വൽസാണ് ഈ പടത്തിലുള്ളത്. പിന്നെ അതേപോലെ തന്നെ ആക്ടിങ്, സോ വന്ന എല്ലാ പേരുടെ ആക്ടിങ് പെർഫോമൻസും ഗംഭീരമായിട്ടാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടിമോത്തി, സോ ഒരു പൗളായിട്ട് അഭിനയിച്ച ക്യാരക്ടർ, സോ അവർ ആക്ടിൻ്റെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് തന്നെ. അതേപോലെ തന്നെ സൺഡയുടെ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ്, എനിക്ക് തോന്നുന്നു സൺഡയുടെ ബെസ്റ്റ് പെർഫോമൻസ് ഈ മൂവിലായിരിക്കും എന്നാണ് തോന്നുന്നത്. സോ പിന്നെ മാത്രമല്ല ഇതിലുള്ള ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും സൂപ്പറായിരുന്നു. പിന്നെ വില്ലനിലോട്ട് വരികയാണെങ്കിൽ വില്ലൻ ഒരു രക്ഷയില്ലായിരുന്നു, സൂപ്പറായിരുന്നു. ഈ വില്ലന്മാർ പറഞ്ഞ സീൻ വന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് അവർ കാണിച്ചത്. സോ അത് കറക്റ്റായിട്ട് യോജിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു കളറായിട്ട് കാണിക്കുന്നതിനേക്കാളും അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്തത് കുറച്ചും കൂടെ കൊള്ളാമെന്ന് തോന്നിപ്പോയി. ആൻഡ് വില്ലനെ വന്ന് പ്യുവർ ഈവിളായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആ വില്ലൻ വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയായി തോന്നും. അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ദയവില്ലാത്ത ചുമ്മാ ആൾക്കാരെയൊക്കെ കൊല്ലുന്ന ഒരു പക്ക ഈവിളായിട്ടുള്ളൊരു വില്ലനായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ വില്ലൻ ക്യാരക്ടർ വന്ന് സൂപ്പറായിരുന്നു. പിന്നെ കഴിഞ്ഞ മൂവിയുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൽ വന്ന് നിറയെ ആക്ഷൻ സീക്വൻസും നിറയെ വാർ ബാറ്റിൽ സീക്വൻസൊക്കെ ഉണ്ട്. സോ ആക്ഷൻ സീക്വൻസൊക്കെ സൂപ്പറായിരുന്നു. അതും ക്ലൈമാക്സിലുള്ള ഒരു ഫൈറ്റ് സീനൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ആൻഡ് നിറയെ ബാറ്റിൽ സീക്വൻസൊക്കെ ഉണ്ടായിരുന്നു. സോ അതും ഗംഭീരമായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ട്. ആൻഡ് ആ വിഷ്വൽസും എല്ലാം കൂടി ചേരുമ്പോൾ അത് നെക്സ്റ്റ് ലെവലിലോട്ട് ആവുകയാണ്. അതേപോലെ തന്നെ മ്യൂസിക്, സോ മ്യൂസിക് വന്ന് ഈ പടത്തിലൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. ചില സീനിൽ ആ മ്യൂസിക്കും കൂടെ ചേരുമ്പം ആ സീനിൻ്റെ വാല്യൂ തന്നെ മാറാൻ ഒരു വേറെ ലെവലിൽ ഒരു ഫീൽ ഒരു ഗൂസ് ബോംസ് ഫീൽ കൊണ്ട് എത്തിക്കുകയാണ് മ്യൂസിക്. സോ മ്യൂസിക് എന്ന് ഈ പടത്തിൻ്റെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് എനിക്ക് ഈ പടത്തിൽ പറയാനുള്ള കാര്യങ്ങൾ. നെഗറ്റീവായിട്ട് പടത്തിൽ എന്തെങ്കിലും എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നെഗറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞേക്കാം. ആർക്കും ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ പടം വന്ന് കുറച്ച് സ്ലോ ആണ്, അതായത് ചില ഇടങ്ങളിലൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത്. അത് ഈ പടത്തിൽ ആവശ്യമാണ്. ഓക്കെ, സോ പടം സ്ലോ ആയിട്ട് പോകാൻ ആ കഥയിലോട്ട് എത്തണമെങ്കിൽ സ്ലോ ആയിട്ട് പോയാൽ പറ്റൂ. ഓക്കെ, സോ അത് മാത്രമല്ല പിന്നെ റൺ ടൈം ഒരു 3 hour ഏകദേശം അടുപ്പിച്ച് വരും. ഓക്കെ, സോ അത് ഈ പടത്തിൽ ആവശ്യമാണ്. കാരണം വലിയ സ്റ്റോറിയാണ്, ഇത്രയൊക്കെ വേണ്ടി വരും. സോ ഓൾറൗണ്ട് ഡ്യൂൺ പാർട്ട് 2 എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഗംഭീര പടമാണ്. വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള മൂവിയാണ്. സോ ആരെങ്കിലും ഇതുമായിട്ട് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് കണ്ടുവെക്കുക. ഒരു വിഷ്വൽ ട്രീറ്റ് ആയിട്ടുള്ള പടമാണ്. അപ്പം മൂവി ആൾറെഡി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.